പർവ്വത പ്രസംഗങ്ങളാണ് സെർമൺ ഓൺ ദ മൗണ്ട്. അവിടുത്തെ പ്രധാന വിഷയം നമ്മുടെ രാജാവായ യേശുക്രിസ്തുവിന്റെ നീതിയെക്കുറിച്ചാണ്. നീതിയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 6-ാം അധ്യായത്തിലെ വിഷയം നാം രാജാവിന്റെ നീതി അനുസരിച്ച്, ദൈവിക നീതി അനുസരിച്ച് ജീവിക്കുന്നവരാണോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ നാം ചെയ്യുന്നതായ 4 കാര്യങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നതാണ് നാം വായിക്കുന്നത്. ഒന്ന്, നമ്മുടെ കൊടുക്കയെ കുറിച്ച് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ 6-ാം അധ്യായത്തിൽ. 5 മുതൽ 15 വരെ നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ച്, 16 മുതൽ 18 വരെ നമ്മുടെ ഉപവാസത്തെ കുറിച്ച്. അടുത്ത വിഷയമാണ് ഇന്ന് ചിന്തിക്കുവാനുള്ളത്, നമ്മുടെ ഭൗതിക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. 6-ാം അധ്യായത്തിന്റെ 19 മുതൽ 34-ാമത്തെ വാക്യം വരെ നമുക്കത് കാണുവാനായി സാധിക്കുന്നുണ്ട്. കർത്താവിന്റെ പഠിപ്പിക്കലുള്ള ഒക്കെയും നാം നോക്കുമ്പോൾ ധനം ഉണ്ടാകുന്നതിനെ കുറ്റപ്പെടുത്തി കർത്താവ് പറഞ്ഞിട്ടില്ല. എന്നാൽ ധനം എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് കർത്താവിന്റെ പഠിപ്പിക്കകളിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. A right attitude toward wealth is a mark of the spirituality. ശരിയായ ആത്മീയ ജീവിതത്തിന്റെ അടയാളം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഭൗതിക വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് കാണുവാനായി സാധിക്കുന്നുണ്ട്. പരീശന്മാരെ കുറിച്ച് നാം വായിക്കുന്നു, അവര് അത്യാഗ്രഹികളായിരുന്നു, ദ്രവ്യാഗ്രഹികളായിരുന്നു. അവരുടെ റിലീജിയനെ, മതത്തെ, ആത്മീയ കാര്യങ്ങളെ പണസമ്പാദനത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാനായി സാധിക്കുന്നുണ്ട്. 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കർത്താവിന്റെ പ്രസ്താവനയിൽ നമുക്ക് കൂടുതലായി കാണുവാനായിട്ട് കഴിയുന്നതാണ്. 12-ാം അധ്യായത്തിന്റെ ലൂക്കോസ് 12-ന്റെ 13 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ലൂക്കോസ് 12-ന്റെ 13 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോട് അവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയതാരെന്ന് ചോദിച്ചു. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊള്ളുകയും ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. ഇങ്ങനെ കർത്താവിന്റെ പഠിപ്പിക്കലെല്ലാം നമ്മുടെ ഭൗതിക സമ്പത്തിനെ കുറിച്ചുള്ളതായ ശരിയായ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം എന്നുള്ളത് കർത്താവ് പഠിപ്പിക്കാൻ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഭൗതിക വെൽത്ത്, മെറ്റീരിയൽ വെൽത്ത്, അത് നമ്മുടെ കർത്താവ് പഠിപ്പിച്ച നീതിയുമായി പ്രോപ്പറായ ആറ്റിറ്റ്യൂഡിൽ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് wrong to possess things, but it is wrong for things to possess us. ഭൗതിക വസ്തുക്കൾ ഉണ്ടാകുന്നത് തെറ്റല്ല, എന്നാൽ ഭൗതിക സമ്പത്ത് ഉണ്ടാകുമ്പോൾ അത് നമ്മെ പൊസസ് ചെയ്യുന്നതാണ് തെറ്റായി തീരുന്നത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അത്യാഗ്രഹം, കവച്ചസ്നെസ്സിനെ കുറിച്ച് വാണിംഗായി നമുക്ക് പഴയ നിയമത്തിൽ പോലും കാണുവാൻ സാധിക്കുന്നുണ്ട്. 10 കൽപ്പനകളിൽ ഒന്ന് അതാണ്, കൂട്ടുകാരന്റെ യാതൊന്നിനെയും മോഹിക്കരുത് എന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 119-ാം സങ്കീർത്തനം 36-ാം വാക്യം, മർക്കോസ് 7-ന്റെ 22, ലൂക്കോസ് 12-ന്റെ 15 നമ്മളിപ്പോ വായിച്ച ഭാഗത്താണ്. പിന്നെ എഫേസ്യർ 5-ന്റെ 5, കൊലോസ്യർ 3-ന്റെ 5, ഇവിടെയെല്ലാം ദ്രവ്യാഗ്രഹം ഇല്ലാത്തവരായിരിക്കണം, അത്യാഗ്രഹികളായിരിക്കരുത് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിലെ വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. പുഴുവും തുരുമ്പും കിടക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കിടക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. 2 യജമാന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും,
അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഇതാണ് ഭൗതിക വസ്തുക്കളെ കുറിച്ച് പറയുന്ന കർത്താവ് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. ദ്രവ്യാഗ്രഹികളായി തീർന്നാൽ ഭൗതിക വസ്തുക്കൾ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച കർത്താവിന്റെ നീതി അനുസരിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം ചെലവാക്കുന്നില്ല എങ്കിൽ ഒന്ന് നമ്മുടെ ഹൃദയത്തെ അടിമയാക്കും. മെറ്റീരിയലിസം വിൽ എൻസ്ലേവ് ദ ഹാർട്ട്. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ അതാണ് എഴുതിയിരിക്കുന്നത്. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. എവിടെയാണ് നീ വെൽത്ത് വെച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് നിന്റെ ഹൃദയവുമായിരിക്കുന്നത് എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ ഹൃദയം മെറ്റീരിയൽ തിങ്സിനെ ലവ് ചെയ്യുന്ന രീതിയിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളെക്കാൾ ഭൂമിയിലെ എർത്തലി തിങ്സ് ഹെവൻലി തിങ്സിനേക്കാൾ വലിയതായി നാം കാണുകയാണെങ്കിൽ, ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കുന്നത് വലുതായി കണ്ടിട്ട് ഹെവൻലി ഇൻവെസ്റ്റ്മെന്റിൽ ഒരു താല്പര്യമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ ആ ക്രിസ്ത്യ ജീവിതം വളരെ ട്രാജഡി ആയിരിക്കും, വളരെ ട്രാജിക് ആയിട്ടുള്ള എൻഡ് ആയിരിക്കും എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. പ്രഷേഴ്സ് ഓഫ് കെയർ ഉണ്ടാകുന്നത് കുഴപ്പമില്ല, പക്ഷേ അത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നവരായിരിക്കണം. നമുക്ക് വേണ്ടി മെറ്റീരിയൽ തിങ്സ് നാം ഗാദർ ചെയ്യുന്നവരാണെങ്കിൽ, ഭൗതിക നന്മകൾ നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി നാം ചെയ്യുന്നവരാണെങ്കിൽ, അതിനെ നാം വളരെ സ്നേഹിക്കുന്നവരാകുന്നുവെങ്കിൽ, കർത്താവിന്റെ പഠിപ്പിക്കലുകളും സംഭവങ്ങളും നമ്മെ വിളിച്ചറിയിക്കുന്നത് അത് എല്ലാം നഷ്ടമായി തീരും. We will lose our hearts with them. നമുക്ക് അതെല്ലാം നഷ്ടമാകുമെന്ന് മാത്രമല്ല, മെറ്റീരിയൽ തിങ്സ് നഷ്ടമാകുമെന്ന് മാത്രമല്ല, അതോടുകൂടി നമ്മുടെ ഹൃദയവും നമുക്ക് നഷ്ടമാകുവാൻ തക്കനിടയായി തീരും. അവരുടെ മെറ്റീരിയലിസം, ഭൗതികത്വത്തിന് വേണ്ടിയുള്ളതായ നമ്മുടെ ആഗ്രഹം, നമ്മുടെ താല്പര്യം നമ്മുടെ ഹൃദയത്തെ അടിമയാക്കുന്നതാണ്. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് എന്തുണ്ടോ അതെല്ലാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കണം. The meaning of lay up treasures in heaven is use all that we have for the glory of God. വേറെ രീതിയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ പുതിയ മെറ്റീരിയൽ തിങ്സ് ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്താഗതി ഹാങ് ലൂസ് എന്നുള്ളതായിരിക്കണം. കർത്താവിന് വേണ്ടി നഷ്ടമാകുവാൻ ഒരു മടിയും ഇല്ലാത്തവരായിരിക്കണം. എന്നോടെ പറയട്ടെ, കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാതെ സ്വത്ത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സ്വത്ത് നഷ്ടപ്പെടും, ഹൃദയവും നഷ്ടപ്പെടും. എന്നാൽ കർത്താവിന് വേണ്ടി ഒരു മടിയും കൂടാതെ കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമുക്ക് അതാ സമയത്ത് വേണ്ടതൊക്കെ ലഭിക്കും. ദൈവിക സന്തോഷവും നമുക്ക് ലഭിക്കുവാൻ തക്കുന്ന ഇടയായി തീരും. നന്മകൾ റിച്ചസ് ഒക്കെ മെഷർ ചെയ്യുന്നത് ഭൂമിയിൽ എന്തുണ്ട് എന്നുള്ള വെളിച്ചത്തിലല്ല യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ. യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ റിച്ചസ് മെഷർ ചെയ്യുന്നത് അവന് ദൈവത്തിന്റെ സന്നിധിയിൽ എന്തുണ്ട്, കർത്താവിന് വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ വെളിച്ചത്തിലാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. എന്തൊക്കെയാണ് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുന്നതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ പഠിപ്പിക്കലുകളിൽ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുമ്പോഴാണ് സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകുന്നത് എന്നാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന വാക്യം തന്നെയാണ്. എന്നാലും ഒന്ന് എടുത്ത് വായിച്ച് മത്തായി 19:21, ലൂക്കോസ് 12:33 എടുക്കുന്നവർക്ക് വായിക്കാം. മത്തായി 19:21. സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നമ്മുടെ വിഷയം അതാണ്. എങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുന്നതെന്നാണ് നമ്മുടെ വിഷയം. കർത്താവ് പറഞ്ഞത് നിനക്കുള്ള വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ആംഗ്ലൂസ് ഭൗതിക വസ്തുക്കളെ കുറിച്ച് അതിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന രീതി ആകാതെ ഇരിക്കാമെങ്കിൽ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുവാൻ ഇടയാകും. പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന അത് നഷ്ടപ്പെടും, ഹൃദയവും നഷ്ടപ്പെടും. രണ്ടാമത് ലൂക്കോസ് 12:33 അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നു. അവന്റെ അടുക്കൽ വന്ന ഒരാളോട് കർത്താവ് പറയാണ്, വായിച്ചാട്ട്. ലൂക്കോസ് 12:33. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുക്കുകയും
പെടുക്കാത്ത മടിശീലകളും പുഴു പെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകി പോകാത്ത മടിശീലകളും സ്വർഗത്തിൽ പഴകി പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്കുണ്ടാകും. എന്തോ ചെയ്താല എല്ലാം വിറ്റ് ഭിക്ഷ കൊടുത്താൽ. അതുകൊണ്ട് വിൽക്കുന്നവർ പറയണം, ഭിക്ഷ കൊടുക്കാതെ ചർച്ചിൽ കൊടുക്കാവുന്ന രീതിയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അറിയത്തില്ല, വാക്യമൊക്കെ വായിച്ചു കേട്ട് കഴിയുമ്പോൾ ആർക്കാ ചേഞ്ച് വരാത്തത് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ചുരുക്കത്തിൽ ഇതാണ് നമ്മുടെ മണിയെ സംബന്ധിച്ചുള്ള നമ്മുടെ ചിന്ത. അത് നമ്മെ ഒരിക്കലും പിടിച്ചു വെക്കുവാനിടയാകില്ല. കർത്താവിന് വേണ്ടി അത് യൂസ് ചെയ്യുമ്പോഴാണ് അനുഗ്രഹമാകുന്നത്. അതുകൊണ്ട് മെറ്റീരിയലിസം, ഭൗതികത്വം അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തെ അടിമയാക്കുന്ന. നിന്റെ ഹൃദയം എവിടെ ഇരിക്കുന്നു, നിക്ഷേപം എവിടെ ഇരിക്കുന്നു, അവിടെ ആയിരിക്കും നിന്റെ ഹൃദയം. രണ്ടാമത് നമ്മുടെ ഹൃദയത്തെ മാത്രമല്ല എൻസ്ലേവ് ചെയ്യുന്നത്. മെറ്റീരിയലിസം ഈസ് എൻസ്ലേവിംഗ് ദ മൈൻഡ് ഓൾസോ. നമ്മുടെ മനസ്സിനെ അടിമയാക്കുന്നതാണ്. അതാണ് 22, 33 വാക്യങ്ങളും നമ്മൾ വായിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പേര് കണ്ണിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയ 22, 23 ഞാൻ 32 തെറ്റിച്ചാ പറഞ്ഞത്. മത്തായി 6:22-23 ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ണിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണ് പ്രോപ്പർലി ഫോക്കസ്ഡ് ആകുമ്പോഴാണ് നമ്മുടെ പ്രോഗ്രസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തീരുന്നത്. നമ്മുടെ കണ്ണ് ശരിക്കാണെങ്കിൽ മാത്രമേ ഈ ശരീരം ശരിയായ രീതിയിൽ പോകാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ കർത്താവ് പറയുന്ന പദം ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് സിംഗിൾ എന്നുള്ള പദമാണ്. സിംഗിൾ എന്നുള്ളതിന്റെ അർത്ഥം കണ്ണ് ചുവള്ളതെങ്കിൽ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം ജനറസ് എന്നുണ്ട്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തന്നെ നമ്മൾ പലതും നോക്കിയാൽ അതിനകത്ത് അൺക്ലൗഡഡ്, ഗുഡ് ഐ, വിത്തൗട്ട് ഡിഫക്ട് എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അത് കുറച്ചുകൂടെ ആഴത്തിലേക്ക് നാം ചിന്തിച്ചാൽ അതിന്റെ അർത്ഥം ഫ്രീ ഫ്രം ഹിപ്പോക്രസി, ഫ്രീ ഫ്രം ജലസി, ഫ്രീ ഫ്രം ഗ്രീഡ്. അതാണ് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ അകത്തെ കണ്ണിന്റെ പ്രത്യേകത. കണ്ണ് ചുവള്ളതാണെങ്കിൽ, കണ്ണ് അഴുക്കാണെങ്കിൽ, ഈവിൾ ഐ എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നു. കണ്ണ് ചുവള്ളതല്ലെങ്കിൽ ആ പദത്തിന്റെ അർത്ഥം പല അർത്ഥങ്ങളുണ്ട്. അത് ബാഡ് എന്നുള്ളതായ വേർഡ് മാത്രമല്ല. ഇഫ് യുവർ ഐ ഇസ് സിക്ക് എന്നുണ്ട്, ഡീജനറേറ്റ് ആണെന്നുണ്ട്, വർക്ക്ലെസ് ആണെന്നുണ്ട്. അതിന്റെ ശരിയായ മീനിങ് വേറെന്നുള്ളത് വിക്കഡ് ഓർ ഈവിൽ ഇന്റൻഷൻ, ദുഷ്ടത നിറഞ്ഞതായ ചിന്തകളോടുകൂടി ആകുവാൻ തക്കം ഇടയായിത്തീരും. കണ്ണ് ശരിയായിരിക്കണം. കണ്ണിന്റെ ദോഷം കൊണ്ട് കണ്ണിന്റെ കാഴ്ച മോശമായി തീർന്നാൽ ചില കണ്ണിന്റെ രോഗം കൊണ്ട് ഡബിൾ വിഷനാ ഉണ്ടാകും. ഒരാളെ നോക്കിയാൽ രണ്ടായിട്ട് കാണും. രണ്ടായിട്ട് കാണുമ്പോൾ നമ്മള് ഒരേ സമയത്ത് രണ്ടിടത്തോട്ട് ഫോക്കസ് ചെയ്ത് നടന്നാൽ പോക്ക് നടക്കില്ല. അപ്പൊ ഞാനിവിടെ നോക്കുമ്പോ എനിക്ക് ജോണച്ചാന്റെ അടുത്തോട്ട് പോകണം. ഞാൻ നോക്കുമ്പോ ജോണച്ചാൻ അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ പോകുന്നത് തെറ്റിപ്പോകും, എനിക്ക് അപകടം സംഭവിക്കും. അതുകൊണ്ട് കണ്ണ് ശരിയായിരിക്കണം. നമ്മുടെ കാഴ്ചപ്പാട് ശരിയാകണം. കർത്താവ് പറഞ്ഞ അതാണ്, നിന്റെ കണ്ണ് ചുവള്ളതായിരിക്കണം. അത് കണ്ണ് ജനറസ് ആയിരിക്കണം, അൺക്ലൗഡഡ് ആയിരിക്കണം. അങ്ങനെയുള്ള കണ്ണുള്ളവർ കാണുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ പ്രത്യേകത കാര്യങ്ങളെ കാണേണ്ട പോലെ കാണുവാനായിട്ട് കഴിയത്തില്ല. ജീവിതത്തിന്റെ ലക്ഷ്യമെല്ലാം മെറ്റീരിയൽ ഗെയിൻ ആയിരിക്കും. അതുകൊണ്ട് ഡാർക്ക്നെസ് ആണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പോകുന്നത്. യെശയ്യാവിന്റെ സമയത്ത് യെശയ്യാവ് 5-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ യെശയ്യാവ് പ്രവചിക്കുന്ന പ്രവചനമുണ്ട്. ആ പ്രവചനത്തിൽ ഇങ്ങനെയാണ് തിന്മയെ നന്മയെന്ന് വിളിക്കുന്നു, നന്മയെ തിന്മയെന്ന് വിളിക്കുന്നു. അതുകൊണ്ട് നല്ല കാര്യം ഗുഡ് ഈവിളായിട്ട് കാണുന്നതും ഈവിൾ ഗുഡായിട്ട് കാണുന്നതും ഈ കണ്ണിന്റെ കാഴ്ചക്കുഴപ്പം കൊണ്ടാണ്. ഇന്നത്തെ ആത്മീയ ജീവിതത്തിൽ തന്നെ, വേർപെട്ട സമൂഹത്തിൽ, പെന്തക്കോസ്ത് സമൂഹത്തിൽ തന്നെ
ഒരു കാലത്ത് വിദ്യാഭ്യാസം ഒന്നുമില്ലായിരുന്നെങ്കിലും ദൈവിക ദർശനം അനുഭവിച്ചിറങ്ങി തിരിച്ച പിതാക്കന്മാർ തിന്മയെ തിന്മയായി കണ്ട് നന്മയെ നന്മയായി കണ്ട് അതിനുവേണ്ടി സത്യത്തിന് വേണ്ടി നിൽക്കുവാനിടയായി തീർന്നു. ഇന്ന് നമുക്ക് തിന്മയായതൊക്കെ നന്മയായിട്ട് തോന്നുകയാണ്. അതിനെല്ലാം തിന്മയായതിനെ എല്ലാം നല്ലതാക്കി തീർക്കുവാൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയാണെന്ന് നമ്മുടെ ജീവിതത്തിലുള്ളത്. നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടാകുമ്പോൾ ആ ജനത്തെക്കുറിച്ച് കർത്താവിന്റെ വചനത്തിൽ ഉൽപ്പത്തി 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ഹൃദയം ദോഷമുള്ളത് എന്നാണ് നാം ഇംഗ്ലീഷിൽ വായിക്കുന്നത്, മലയാളത്തിൽ വായിക്കുന്നത്. ഇംഗ്ലീഷിൽ എവർ ഇമാജിനേഷൻ ഓഫ് ദ തോട്ട്സ് ഓഫ് ഹിസ് ഹാർട്ട് വാസ് ഓൺലി ഈവിൾ കണ്ടിന്യൂവലി. ഹൃദയത്തിലെ ഇമാജിനേഷൻ എല്ലാം, ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ദോഷമായത് മാത്രമാണ്. തോട്ടെല്ലാം ഈവിളായി തീരുന്നതായ രീതി. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കണ്ണ് ശരിയല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ യേശു കർത്താവിന്റെ കാലത്ത് ഒരുപാട് കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ടായിരുന്നു. കർത്താവ് അവരെ സൗഖ്യമാക്കിയതിനെ കുറിച്ച് നാം വായിക്കുന്നു. ഇന്ന് പൽക്കാലം നമ്മുടെ ആത്മീയ കണ്ണ് ശരിയായ കാഴ്ചപ്പാടുള്ളതായിരിക്കണം. അതുകൊണ്ട് മെറ്റീരിയലിസം, ഭൗതികത്വത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, പണത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, കർത്താവിന് വേണ്ടി അത് ചെലവഴിക്കാതെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പണം ശേഖരിച്ചു വെച്ചിരിക്കുന്നവർ അത് ഹൃദയത്തിന് അടിമയാണ്. അവരുടെ മനസ്സിന് അവരടിമയാണ്. ഹൃദയത്തിനും മനസ്സിനും അടിമയായിരിക്കുന്നെന്ന് മാത്രമല്ല, അവരുടെ ഹിതത്തിന് അവരടിമയാണ്. 24-ാം വാക്യം അതാണ് പറയുന്നത്. കർത്താവ് പറയുകയാണ്, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഇവിടെ കർത്താവ് പറയുന്നതായ കാര്യങ്ങൾ, മാമോൻ എന്നുള്ളതിന് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ മിക്കവരുടെയും അഭിപ്രായം ജസ്റ്റ് പണം എന്നുള്ള അർത്ഥം മാത്രമാണ്. എന്നാൽ പേഴ്സണിഫിക്കേഷൻ ഓഫ് വെൽത്ത് റോങ്ലി ഗെയിൻഡ് എന്ന് ചില ട്രാൻസ്ലേഷൻ ചിലര് അതിനെ കുറിച്ച് പറയാറുണ്ട്. അന്യായമായി ന്യായരഹിതമായി പണം സമ്പാദിക്കുന്നതിനെയാണ് മാമോൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ കർത്താവ് പറഞ്ഞ പദങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കർത്താവ് അവിടെ കോൺട്രാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്നിൽ സ്നേഹിക്കും, അല്ലെങ്കിൽ ദ്വേഷിക്കും. ഒന്നിൽ ഒന്നിനോട് പറ്റിച്ചേർന്നിരിക്കും, അല്ലെങ്കിൽ മറ്റതിനെ നിരസിക്കും. മാമോനെ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കംപ്ലീറ്റ് സറണ്ടറാണ്. പകുതി ലോകവും പകുതി പണവും പകുതി ദൈവവുമായി ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. കൊടുക്കേണ്ട ബഹുമാനമെല്ലാം, കൊടുക്കേണ്ട സ്നേഹമെല്ലാം, കൊടുക്കേണ്ടതായ നമ്മുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റി എല്ലാം കർത്താവിന് കൊടുക്കുവാൻ ഇടയായി തീരണം. തിമോഥെയോസിന്റെ ലേഖനത്തിലെ പൗലോസിനോട് തിമോഥെയോസ് പറയുന്ന വാക്യം വളരെ ചിന്തനീയമായിട്ടുള്ളതാണ്. അത് നാം എപ്പോഴും കുറിക്കൊള്ളേണ്ടതായ വാക്യമാണ്. ദ്രവ്യാഗ്രഹത്തെ കുറിച്ച് അവിടെ പറയുന്നു. 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. വളരെ സത്യമാണ്. ലോകത്തെ പണത്തെ കർത്താവിനേക്കാൾ, ആത്മീയ കാര്യങ്ങളെക്കാൾ, അല്ലെങ്കിൽ ബന്ധങ്ങളെക്കാൾ, കുടുംബത്തെക്കാൾ ഒക്കെ പണത്തെ സ്നേഹിക്കുന്നവർക്കുണ്ടാകുന്ന ട്രാജഡികൾ ഭയങ്കരമായിരിക്കുകയാണ്. അത് സകലവിധ ദോഷത്തിനും കാരണമാണ്. അത് കാക്ഷിച്ചതിന്റെ ഫലമായി ബഹുദുഃഖങ്ങൾക്ക് അടിമകളായി തീർന്നിരിക്കുന്നവർ അനവധിയാണ്. അതാണ് നമുക്ക് കർത്താവിന്റെ പഠിപ്പിക്കലിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പൽക്കാലം കർത്താവിന്റെ നീതി അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഭൗതിക വസ്തുക്കളെ കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ പല ദൈവദാസന്മാരും പ്രസംഗിച്ചപ്പോൾ എനിക്ക് ഒന്നിലധികം ആളുകൾ ഉദ്ധരിച്ചതായ ഒരു പദമുണ്ട്. പഴയ ഒരു പാട്ട്, വീടുമില്ല, ആരുമില്ല, ഒന്നുമില്ല, എനിക്കെന്ന് ഓർക്കുക നീ, വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്ന് തോന്നുന്ന സകലത്തെ ഉണ്ടെന്ന് ഇന്ന് വിചാരിക്കുന്നതെല്ലാം ഒരു ദിവസം നഷ്ടപ്പെടും. ന്യൂസൊക്കെ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ജപ്പാനിൽ എർത്തുവയ്ക്കും അത് കഴിഞ്ഞ് സുനാമിയൊക്കെ ഉണ്ടായ
കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാൽ, അവരുടെ മനോഹരമായ കാറുകൾ, മനോഹരമായ വീടുകൾ, ഇതൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കിയാൽ ഏത് സമയം എന്നും നടക്കാം. ഇതൊന്നും വേണ്ട. കഴിഞ്ഞ വെള്ളിയാഴ്ച സെന്റ് ലൂയിസ് എയർപോർട്ടിലെ GSA സെക്യൂരിറ്റി ആൾക്കാരൊക്കെ ഓടുന്ന ഓട്ടം കാണണം. അവിടുത്തെ എയർപോർട്ടിലെ ഗ്ലാസുകളൊക്കെ പറന്നു പോകുന്നു. ഈവൻ അവിടുത്തെ ഗരാജിലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തെടുത്തൊന്നും അല്ല കിടക്കുന്നത്. ഒരു കാറ്റ് വന്നതാ, കൊച്ചിരി കാറ്റ് വന്നതാ. അത് ഇങ്ങോട്ടും വരണ്ടിയായിരുന്നു, വന്നില്ല. അതുകൊണ്ട് വരാതിരിക്കട്ടെ. എനിവേ, അതുകൊണ്ട് നാം ഓർത്തിരിക്കേണ്ടത് ഇവിടെ നമുക്ക് പിടിച്ചു വെക്കാൻ ഒന്നുമില്ല. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്ന വീടോ കാറോ ഇതൊക്കെ കൊച്ചു കാറ്റ് മതി. നമ്മുടെ സമ്പത്തെല്ലാം പോകുവാനായിട്ട് അല്പനേരം മാത്രം മതി. എന്നാൽ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ കർത്താവിന് വേണ്ടി കൊടുക്കുവാനും കർത്താവിന് വേണ്ടി ചെയ്യുവാനും നമുക്ക് കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും ഭാഗ്യമേറിയത്. ഞാൻ ഈ ഭാഗ്യം ഇന്നിവിടെ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നതുകൊണ്ട് അല്പം ഫാസ്റ്റായിട്ട് പോകട്ടെ. 25-ാം വാക്യം നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്ന മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഭൗതിക നന്മകളെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അവിടെ പല കാര്യങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 24 വരെയുള്ള വാക്യങ്ങൾ മെറ്റീരിയലിസം, ഭൗതിക താല്പര്യം നമ്മെ അടിമയാക്കുന്നു. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഇംഗിതങ്ങളെ, നമ്മുടെ വില്ലിനെയൊക്കെ അടിമയാക്കുന്നതാണ്. 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയാണ്, അതുകൊണ്ട് ആ താഴെയുള്ള വാക്യത്തിലും 34-ാം വാക്യത്തിലും ആ പദം തന്നെ കാണും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആൻസൈറ്റി, ആങ്ഷ്യസ് ആയി ജീവിക്കുക. നോട്ട് ബീയിങ് ആങ്ഷ്യസ്. അതെന്തുകൊണ്ടാണ് എന്ന് കർത്താവ് പറയുന്ന പല കാര്യങ്ങളുണ്ട്. 25-ാം വാക്യത്തിൽ പറയുകയാണ്, ലൈഫ് ഈസ് മോർ ദാൻ മീറ്റ്, ബോഡി ഈസ് മോർ ദാൻ ക്ലോത്ത്. ശരീരം അത് ആഹാരത്തെക്കാൾ, ജീവൻ ഉടുപ്പിനേക്കാൾ വലുതാണ്. നമുക്കറിയാം, ഫുഡുണ്ട് എന്നുകൊണ്ട് ജീവിക്കണമെന്നില്ല. ഇഷ്ടം പോലെ ഫുഡുണ്ടെങ്കിലും അത് കഴിക്കാനുള്ളതായ ആരോഗ്യമൊക്കെ ദൈവം തരണം. അതൊന്നും ചെയ്യാൻ കഴിയാതെ വെന്റിലേറ്റർ കിടക്കുന്ന എത്രയോ പേരുണ്ട്. ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത എത്രയോ പേരുണ്ട്. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം തന്നെ ഫുഡല്ല ലൈഫിന്റെ നിലനിൽപ്പ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് ദൈവവചനവുമാണ് ജീവിതത്തിന്റെ, മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ദൈവത്തെ വേണ്ടാന്ന് വെച്ച് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കാൻ നമുക്ക് കഴിയുകയില്ല. മനുഷ്യന്റെ ജീവിതം അത് അർത്ഥസമ്പൂർണമായി തീരുകയില്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത് 26-ാം വാക്യത്തിൽ എന്തുകൊണ്ട് നാം വിചാരപ്പെടരുത് എന്നുള്ളതിന് പറയുകയാണ്, ആകാശത്തിലെ പറവകളെ നോക്കുകയും. എക്സാമ്പിൾ ഓഫ് ദ ബേർഡ്സ്. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പറവകളെ പുലർത്തുന്നതിനെ കുറിച്ച് 104 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. ദൈവം സൃഷ്ടിച്ച തന്റെ സൃഷ്ടികൾക്കൊക്കെ ആഹാരം കൊടുക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുഡ്നെസ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് അവർ ക്രിയേറ്റർ. നമ്മുടെ സൃഷ്ടിതാവിന്റെ വിശ്വസ്തതയും അവന്റെ നന്മയും എത്ര വലിയതാണ്. കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ പല ദേവദാസന്മാരും കടന്നു വന്ന് പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ മറന്നു പോകുന്നില്ല. സാധാരണ പ്രസംഗമൊക്കെ അന്ന് വൈകുമ്പോഴത്തേന് ഓർക്കാറില്ല. നമ്മുടെ രീതി അങ്ങനെയാണല്ലോ. പിന്നെ എഴുതിയിടാങ്കി ഓർക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞന്ന് വളരെ മനോഹരമായ ഒരു ഇല്ലുസ്ട്രേഷൻ ആണ്. അത് വേറെ പലയിടത്തും കേട്ടിട്ടുള്ളതാണ്. റോബിൻസ് ചെറിയ പക്ഷികൾ തമ്മിൽ സംസാരിക്കുന്നത്. എന്തായി മനുഷ്യർ ഇത്ര ആൻസൈറ്റി ഉള്ളവരായി ഓടി നടക്കുന്നത് പറഞ്ഞ അവർക്ക് നമ്മളെ പോലെ ഒരു സൃഷ്ടിതാവില്ല, അതുകൊണ്ടാണ് എന്ന് അവർ പറഞ്ഞായിട്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീ നാളെ എഴുന്നേൽക്കുമ്പോ എവിടെയെങ്കിലും കിളിയിരുന്ന് അലക്കാന്ന് ഓർക്കണം, നിന്നെ കളിയാക്കുകയാണെന്ന്. ആ കിളികൾ എന്ത് സന്തോഷമായിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങൾ എന്ത് വേവലാതിപ്പെട്ടാ നടക്കുന്നത്. കാടോൺ അങ്ങ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ
മെക്സിക്കോയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മെയിലിംഗ് കമ്പനി ജോലി ഇല്ലാതായാൽ എന്ത് ചെയ്യും, നാളെ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ വേറെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും. എന്നാൽ നമുക്കൊരു സൃഷ്ടിതാവുണ്ട്. കർത്താവ് പറയുകയാണ്, നാം അവരെക്കാൾ, ഈ പക്ഷികളെക്കാളൊക്കെ എത്ര വിശേഷതയേറിയതാണ്. നല്ല രാത്രിയിൽ നമ്മളതാ കേട്ടത്. നാം ദൈവത്തിന് പ്രഷ്യസ് ആണ്, അവന് വേണ്ടി തേർ ചൊല്ലി വിളിച്ചവരാണ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വിചാരപ്പെടാനായിട്ട് അവകാശമില്ല. ഇനി 27-ാം വാക്യത്തിൽ പറയുന്നത് എന്തുകൊണ്ട് നാം വിചാരപ്പെടരുത് എന്നുള്ളതിന്റെ 27-ാം വാക്യത്തിൽ പറയാണ്, വിചാരപ്പെടുന്നതുകൊണ്ട് മേക്കിംഗ് എനി സെൻസ്, വിചാരപ്പെടുന്നതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകുന്നില്ലെന്നാണ് എന്റെ ചുരുക്കം. വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? വീണ്ടും 28-ാം വാക്യത്തിൽ ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നുവെന്ന്, വയലിലെ താമര എങ്ങനെ വളരുന്നത് നിരൂപിപ്പീൻ, അവ അധ്വാനിക്കുന്നില്ല, നോക്കുന്നുമില്ല, എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിൽ ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. നമ്മുടെ ജീവിതത്തിൽ വിചാരപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒന്നും യാതൊരു ചേഞ്ചും വരാൻ പോകുന്നില്ല, യാതൊരു ഗുണവും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് വിചാരപ്പെടുന്നതുകൊണ്ട് ഒരു പ്രയോജനവും വരുന്നില്ല. അതുകൊണ്ട് ബേഡ്സിനെ നോക്കണം, പ്ലാന്റ്സിനെ നോക്കണം, ഗ്രാസസിനെ നോക്കണം. ദൈവത്തിന്റെ ഗുഡ്നസ് ആണ് അവയിലെല്ലാം നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുകയാണ്, അല്പവിശ്വാസികളെ, ഈ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്. മത്തായി സുവിശേഷത്തിൽ തന്നെ 4 ആ പദം കാണുവാനായി സാധിക്കുന്നുണ്ട്. അല്പവിശ്വാസികളെ 6-ാം അധ്യായം 8-ാം അധ്യായം 14, ലൂക്കോസ് 12:28 അത് കാണുവാൻ സാധിക്കുന്നുണ്ട്. വിചാരപ്പെട്ട് ഭാരപ്പെട്ട് ഒരു പാട്ടും പാടാൻ കഴിയാതെ പ്രസംഗിക്കുന്നൊന്നും അകത്തോട്ട് കയറാതെ ഇരിക്കുന്നവരെ ഇന്ന് കർത്താവ് വിളിക്കുന്നു അല്പവിശ്വാസികളെ. ഈ നമ്മുടെ ദൈവം നമ്മെ കരുതുവാൻ വിശ്വസ്തനാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഇവിടെ 6-ാം അധ്യായം 32-ാം വാക്യത്തിൽ 2 കാര്യമാണ് അവന്റെ മേൽ ഭാരമിടുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. 32-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ഒന്നാമത് ഇങ്ങനെ വിചാരപ്പെടുകയാണെങ്കിൽ ഈ കൺസേൺ എല്ലാം ജാതികൾക്കുള്ളതാണ്, നമുക്കുള്ളതല്ല. നമുക്കൊരു സൃഷ്ടിതാവുണ്ട്, നമുക്കൊരു ഉടയവനുണ്ട്, ചങ്കിലച്ച് വരുതെന്ന് വീണ്ടെടുത്ത ഒരുവനുണ്ട്. അൺഗോഡ്ലി പീപ്പിളിനാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്, നമുക്കുള്ളതല്ല, നമ്മൾ അത് കയറിയെടുക്കണ്ട. 2ാമത്തെ വിഷയം, നമ്മുടെ പിതാവ് ഇതെല്ലാം അറിയുന്നു. ഇതൊക്കെ ജാതികൾ, സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതോ ദിവസത്തിന് അന്നത്തെ ദോഷം മതി. അതുകൊണ്ട് നമുക്ക് നാളെ കുറിച്ച് വിചാരപ്പെടേണ്ട. അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമുണ്ടോ? മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച യോഗത്തിന് വരാനായിട്ടൊക്കെ മടിക്കരുത്, അതോടുകൂടി നിന്റെ ജോലിയും നിന്റെ സേവിങ്ങും എല്ലാം ശരിയാവുന്നല്ല അതിന്റെ അർത്ഥം. സീക്ക് കണ്ടിന്യൂവലി എന്നാണ്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും എല്ലായിടത്തും കർത്താവിന്റെ രാജ്യത്തെ നമ്മൾ പഠിച്ചു വരുന്ന എല്ലാം അതാ. പ്രാർത്ഥിക്കുന്നിടത്ത് പോലും കർത്താവ് പറയാം, അവന്റെ നാമം, അവന്റെ ഇഷ്ടം, അവന്റെ രാജ്യം ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ ഒരു ദൈവത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് അവനെ അന്വേഷിക്കുക. അതൊക്കെ ഈ ബാക്കി കാര്യങ്ങളൊക്കെ ജാതികളൊക്കെ ഇത്രമാത്രം മറി ചെയ്തൊക്കെ ജീവിക്കട്ടെ. എനിക്ക് നിങ്ങൾക്കും വേണ്ടത് തരുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കിരിത്തോട്ടെ പുലർത്താൻ കഴിയും, ദൈവത്തിന് വിധവയുടെ അപ്പം കൊണ്ട് പുലർത്താനായിട്ട് കഴിയും. ഞാൻ ഒത്തിരി പറയാനുള്ള ഒരു കാര്യമാണ്, ദൈവത്തിന് ഒരു വഴിയല്ല, 1000 വഴികളുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും ദൈവത്തിന് നമ്മെ പുലർത്തുവാനായി കഴിയും. വറിയുടെ മേലുള്ളതായ വിക്ടറി, അതിന് 3 പദങ്ങളാണ് ഈ വാക്യങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. വിക്ടറി ഓവർ വറി. ഒന്ന് ഫെയ്ത്ത്, ദൈവത്തെയും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെയും വിശ്വസിക്കുക. നമ്മുടെ നീഡ്സിനെ എല്ലാം പ്രൊവൈഡ് ചെയ്യുവാൻ ദൈവം മതിയായവനാണ്. അതാണ് 30-ാം വാക്യത്തിൽ. 32-ാം വാക്യത്തിൽ 2ാമത്തെ പദം ഫാദർ. നമുക്ക് എല്ലാം അറിയുന്ന ഒരു പിതാവ് നമുക്ക് വേണ്ടിയുണ്ട്. നമ്മുടെ കാര്യങ്ങൾ നാം പറയുന്നതിന് മുമ്പേ അറിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ഇതെല്ലാം നാം കേട്ടതുപോലെ നമ്മുടെ പ്രയർ റിക്വസ്റ്റ് എല്ലാം ശരിയായ രീതിയിൽ നിരത്തി വെക്കുന്നതിന് മുമ്പേ തന്നെ കർത്താവേ എന്നൊരു വാക്ക് പറയുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ ആവശ്യമെന്ന് അറിയുന്ന, വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമുള്ള ഒരു ദൈവമാണ്. 3ാമത്തെ വിഷയം ഫസ്റ്റ് എന്നുള്ളതാണ്. പ്രയോറിറ്റി. മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നു. ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കാം. ഭൗതിക വസ്തുക്കളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? കർത്താവ് പഠിപ്പിച്ചത് മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒത്തിരി പുതിയ ഞെരുക്കങ്ങളുടെയൊക്കെ കാരണം ദൈവമക്കളായതുകൊണ്ട് നാം വേണ്ട രീതിയിൽ നമ്മുടെ ഭൗതിക
ഉപയോഗിക്കാതിരിക്കുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് നമുക്കൊരു ചേഞ്ച് വരേണ്ടത് ആവശ്യമാണ്. ഇന്ന് കാല ഏതെങ്കിലും വിഷയത്തിന് മുമ്പാകെ ഒത്തിരി ഭാരത്തോടെ വന്നിരിക്കുന്നെങ്കിൽ നമ്മുടെ ഭാരങ്ങളെയൊക്കെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെതായ എല്ലാ സമയത്ത് കൊടുക്കുന്ന ദൈവം വളരെ മനോഹരമായി. ഇപ്പോൾ നമ്മളൊന്ന് വെളിയിലേക്ക് നോക്കിയാൽ ഉണങ്ങിയ പോലെ നിന്നിരുന്ന വൃക്ഷങ്ങളിലെല്ലാം എത്ര കളറുള്ള ഫ്ലവേഴ്സാണ് വിരിഞ്ഞു വരുന്നത്. അതിനെയൊക്കെ ഇങ്ങനെ ചമയിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നമ്മെ വീണ്ടെടുത്ത നേരത്തിൽ വിളിച്ച തന്റെ കൈകളുടെ വിരലുകളുടെ പണിയായി നമ്മെ സൃഷ്ടിച്ച അത്ഭുതങ്ങളുടെ ദൈവം പുലർത്തുവാൻ മതിയായവനാണ്. അത്ഭുത വഴിയിലൂടെ പുലർത്തുവാൻ കഴിയുന്നവനാണ്. ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്കൊന്ന് വലുതാകണം. ഈയിടെ ഞാൻ വായിച്ച ഒരു ദൈവദാസൻ ആഫ്രിക്കക്കാരനായി ഒരാൾ പറയാണ്, ഞാൻ വരുന്ന സമയം വരെ വിചാരിച്ചിരുന്നത് ദൈവം ഒരു ചെറിയ തെങ്ങിൻ തോട്ടത്തിന്റെ ഉടവനാണെന്നാണ്. അതുകൊണ്ട് ഞാൻ ചെറിയ കാര്യങ്ങളെ ദൈവത്തോട് ചോദിച്ചുള്ളൂ. എന്നാൽ കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവനാണ് സകലത്തിന്റെ ഉടമസ്ഥൻ. അവനാണ് പർവ്വതങ്ങളിലെ മൃഗങ്ങളെല്ലാം അവനുള്ളതാണ്. ഭൂമി മുഴുവൻ അവന്റേതാണ്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ദൈവം എല്ലാം തരുവാൻ മതിയാവനാണ്. ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും നമുക്ക് ആ ദൈവത്തെ വിശ്വസിക്കാം.